മാന്നർ മച്ചൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി എമ്പുരാൻ റിലീസ് ആകാൻ വേണ്ടി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഇന്ന് 12 മണി രാവിലെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്ററിന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ വില്ലനായിട്ടുള്ള ആളുടെ ആ ഒരു നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ ഒരു ട്രെയിലറിനകത്ത് ബാക്ക് പോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഒരു റെഡ് ഡ്രാഗൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഇറങ്ങിയിരിക്കുന്നത്. പോസ്റ്റർ നല്ലൊരു പോസ്റ്ററാണ്, വന്നിരിക്കുന്നത് നല്ലൊരു പോസ്റ്ററാണ്. അപ്പം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ, ആരായിരിക്കും ആ ഒരു റോൾ ചെയ്തത്. ഡോൺലി എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിക്യൂൻ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമീർ ഖാൻ എന്നൊക്കെ അങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു ലിസ്റ്റ്, ഫാഫ, അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഫഹദ് ഫാസിലും അതേപോലെ തന്നെ മമ്മൂക്ക അല്ലെന്ന് ലാലേട്ടൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റും അത് റിക്യൂനാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ. കാരണം ആ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ആ നിപ്പാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ അതേ ഒരു ശൈലിയിലുള്ള ആ ഒരു നിപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അദ്ദേഹം അങ്ങനെ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്ന് അഭിനയിക്കുവാണെങ്കിൽ അതൊരു വേറെ റേഞ്ചിലുള്ളൊരു തരംഗമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഈ സിനിമയൊക്കെ നല്ല രീതിക്ക് റിലീസാകുന്നുണ്ട്. ചിലപ്പം അദ്ദേഹം വരുമ്പോൾ അവരുടെ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ചിലപ്പോൾ ഈ ഒരു സിനിമ റിലീസാക്കുവാണെങ്കിൽ നല്ലൊരു റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും അദ്ദേഹം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. ഈ ഒരു പോസ്റ്റർ വന്നപ്പം മുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ട്വിറ്ററൊക്കെ ആണെങ്കിൽ ഫുള്ള് കത്തി നിൽക്കുവാണ്. ഇന്ന ആൾ തന്നെ ആണെന്ന് ഉറപ്പായി എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. പിന്നെ അത് അവരറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇറക്കിയിട്ടത്. കാരണം ഓരോ ദിവസം ആകുമ്പോഴും നമുക്ക് ഇതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് ഉള്ളൊരു പവർ കൂട്ടാൻ വേണ്ടിയാണ് ഇവർ ഇത് ഇറക്കിയത്. അപ്പം സെക്കൻഡ് ഡേ ആയപ്പോൾ അവർ ഇതാണ് ഇറക്കി വിട്ടത്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ ഇവർ എന്തായിരിക്കും ഇറക്കി വിടുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അതിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാം. എന്തായാലും ഏകദേശം ഇപ്പം നമ്മുടെ ഇതിൽ ഇത് റിക്യൂൻ ആണെന്നാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പം ബാക്ക് പോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഫ്രണ്ട് പോസോ അല്ലെങ്കിൽ സീൻസോ ഒന്നും ഇപ്പോഴേ വരത്തില്ല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ അങ്ങനെ കൊണ്ടുവരുന്ന കാര്യമില്ല. അതുകൊണ്ട് നമുക്കറിയാം മിക്കവാറും ഈ സിനിമയുടെ ഒരു ലാസ്റ്റ് ഭാഗത്ത് വല്ല ഒരു ടൈലൻ്റ് ആയിരിക്കാം ഈ പുള്ളി കാണിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഒരു ടൈലൻ്റ് ഉണ്ട്. ഇപ്പോൾ പടം കണ്ടിട്ട് ഉടനെ എല്ലാവരും ഇറങ്ങി പോകരുത്, അതുകൂടെ കണ്ടിട്ടേ പോകാവും. നമ്മുടെ ഒരു ഇതിൽ റിക്യൂൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് ആരാണെന്ന് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.